ഇവിടെല്ലാം പ്രിയപ്പെട്ട സ്ഥലം മാറിപ്പോവുകയാണ്. എല്ലാവർക്കും ഇതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി തന്നെ ചർമ്മസി അപേക്ഷ കൊടുത്ത് പോവുകയാണ്. എന്നാലും പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ മനസ്സിവിടെയായിരിക്കും, ശരീരം മാത്രമേ കൊണ്ട് പോകുന്നതുകൊണ്ടാണ്. എന്നാലും നമുക്കെല്ലാം വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ തന്നെ നല്ല രീതിയിൽ മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള മാറ്റം അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും എല്ലാവരും ആശംസകളും സ്ഥലം മാറി പോവുകയാണ്. സാറ് ഉണ്ടായിരുന്ന SUDP ആയിട്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരു കാലമായിരുന്നു. നമുക്ക് ശരിക്കും നല്ല ഫ്രീഡം കിട്ടിയൊരു കാലമായിരുന്നു. കോളേജ് ലൈഫിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോയൊരു ഞാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും എഴുതിട്ട് സാറ് പോകുന്നത്. ഇതെല്ലാം പ്രിയപ്പെട്ട ഇന്നത്തെ നമ്മുടെ എല്ലാ പുതുതായിട്ട് ആദരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാർ, വീട്ടുമാരെ സാർ, ശരിയായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ സൂര്യ സാറ് ആദ്യമായിട്ട് ഇവിടെ വന്നത് എൻ്റെ ഡെപ്യൂട്ടി സാറായിട്ട് ബിൽഡിംഗ് ടാക്സിനാണ് വന്നത്. വീഡിയോയിലാണ് വന്നോണ്ടിരിക്കുന്ന. അതാ ഫ്രണ്ട് മറ്റേ ടീച്ചർമാർ കൂട്ടുകാർ ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. 2019 മുതലുണ്ട്. ഞാനവിടെ പ്ലൈവുഡ് വില്ലേജറായിട്ട് പോയി 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൂര്യ സാർ വന്നു. സൂര്യ സാർ ഇപ്പോൾ കൊടക്കാട് വില്ലേജിലോ കൊടക്കാട് വില്ലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ BA ചെയ്യുമ്പോൾ നമ്മുടെ അക്ഷയ ഇലക്ട്രോണിക് ഉണ്ടാവും, ആണായാലും പെണ്ണായാലും ഉണ്ടാവും. അവരുമായിട്ട് നല്ല മിങ്കിൾ ചെയ്യണം. അവരുമായിട്ട് മിങ്കിൾ ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റുകൾ പോലെ വിടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഓവറായിട്ട് മിങ്കിൾ ചെയ്ത് ചമ്പ്രദാനം എന്ന് പറഞ്ഞാൽ ചേച്ചിയുണ്ട്. മതമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമുണ്ട്. ഞാൻ അതുകൊണ്ട് രാവിലെ മിങ്കിൾ ചെയ്യാൻ വേണ്ടി രാവിലെ അവിടെ കയറിയിട്ടാണ് ഒരു വെട്ട സിദ്ധനെ അവിടെ നിന്നിട്ട് കൊടാന്ന് വരയ്ക്കും മെയിൽ ചെയ്തോണ്ട് ഞാനത് കൊടക്കാട് വില്ലേജ് ഓഫീസറാണ്. നമ്മുടെ അധികാര പരിധിയിൽ വേറെ വില്ലേജന്മാർ വരാൻ പാടില്ലേ. അത് പാവൊന്നും കേട്ടില്ല. ഒന്നും കേട്ടാൽ അർത്ഥം എന്താ എമർജൻസി ആയിട്ട് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് പിന്നെ തിരിച്ച് പരിചയപ്പെട്ട്. അപ്പം ആലപ്പുഴയിൽ നിന്ന് വന്നതാണ്. അപ്പം ഞാനീ അങ്ങനെ ആലപ്പുഴയുടെ അമ്പലപ്പുഴ ഭാഗത്തോട് എനിക്ക് അങ്ങനെ ആരും പരിചയമില്ലാഞ്ഞുകൊണ്ട് അറിഞ്ഞില്ല. പിന്നെ പരിചയപ്പെട്ട അന്നുകൊണ്ടുള്ള ബോട്ടാണ് ഇപ്പോഴും നന്നായിട്ട് പരിചയം. സുരേഷ് സാറുമായിട്ടുള്ള ബന്ധം നമ്മുടെ കുഞ്ഞുനാളിലെ തുടങ്ങിയ ബന്ധമാണ്. ഞങ്ങൾ ഒരേ വായനശാല കളിച്ചു വന്ന ആൾക്കാരാണ്. ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ ചെറുപ്പം പോലെ തന്നെ അറിയാവുന്ന ആളാണ്. അപ്പോൾ സുരേഷ് സാറുമായിട്ട് കൂടുതൽ എടുക്കുന്നത് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കുട്ടനാട് വെച്ചാണ് മാത്രമേ. ഇപ്പോൾ വന്നപ്പോൾ ശരിക്കും എല്ലാവരും തമ്മിലൊരു ഓഫീസർ എന്ന ഒരു താരപരിവേഷം ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേപോലെ കാണാൻ രീതിയിൽ നല്ലൊരു മനസ്സിലൂടെ റിട്ടയർമെൻറ്റിൻ്റെ യാത്രയെ പോലെ അപ്പം നമ്മൾ ഇനി ഒരുമിച്ച് ജോലി ചെയ്യേണ്ടത് പല ഓഫീസുകളിലായാലും ചിലപ്പോൾ ഞാൻ ഇനി ഇങ്ങോട്ട് വരാം, നിങ്ങൾ പല ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങൾ പലരും കൂടെ വരാം. അങ്ങനെ ഒരു പിരിഞ്ഞു പോക്കല്ല. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിരിഞ്ഞ് പോക്കൊന്നും നിൽക്കുന്നില്ല. ഇതിന് തൽക്കാലത്തേക്ക് ഒരു വിട പറയുക, കൂടുതൽ വർത്തമാനം പറയുവാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പലതവണയായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുട്ടനാടെന്ന് പറയുന്നത് നമുക്ക് ഞാൻ പണ്ട് മുതൽ ആഗ്രഹിച്ചിരുന്നു ജോലിയെ. ഒരു കാലത്ത് എല്ലാ നമ്മുടെ ജീവനക്കാരുടെയൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. കുട്ടനാട് എന്ന് പറഞ്ഞാൽ ഒരു മുഖം ചുളിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഉദ്യോഗസ്ഥരാകുമ്പോൾ എന്ത് കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ്റെ കാര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഇലക്ഷൻ സെഷൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസ് കുട്ടനാട് താലൂക്കിൻ്റെ. അതേപോലെ തന്നെ മറ്റ് റവന്യൂ റിക്കവറി ആയാലും
ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും ആ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു താലൂക്ക്. അങ്ങനെ എല്ലാ മേഖലയും പട്ടയത്തിൻ്റെ റവന്യൂ സംബന്ധമായ എല്ലാ കേസുകളിലും ഏറ്റവും നല്ല താലൂക്ക് എന്നുള്ള പേര് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ആ ഒരു കുട്ടനാട് താലൂക്കിൻ്റെ ആ ഒരു പ്രയോറിറ്റി അത് കളയാതെ തന്നെ മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് സെക്ഷനുകൾ നേരിട്ട് ഇതിനൊക്കെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊന്നും ഒരു ഡിലേ വരുത്തില്ല. നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓഫീസിൻ്റെ മുഖമാണ്. വളരെ ചുരുക്കം സർട്ടിഫിക്കറ്റുകളെ ഇവിടെ വരുന്നുള്ളൂ. 1-2 പബ്ലിക് വരുന്ന സെക്ഷനുകൾ. പബ്ലിക്കാണ് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അവരുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു അവകാശ അവതരത്തിന് ഇറങ്ങുമ്പോഴും എല്ലാ കാര്യത്തിനാണെങ്കിലും പബ്ലിക്കിൻ്റെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ ഒരു ഘട്ടത്തിലേക്ക് വരും. അതുകൊണ്ട് അവരെ നമ്മൾ ഗാന്ധിജിയൊക്കെ പറയുന്നത് എഴുതി വെക്കുന്നത് പോലെ തന്നെ അവരാണ് നമ്മുടെ എല്ലാവരും അവരെ ഒരു രീതിയിൽ പരിഗണിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ഇതൊക്കെയാണ് നമ്മുടെ ഓഫീസിന് ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ല താലൂക്ക് ഓഫീസായി മാറ്റിക്കൊണ്ട് ഇവർ അടുത്ത വർഷത്തെ ഇതിൻ്റെ അവാർഡ് പട്ടികയിൽ ഇടം പിടിക്കുവാനും അതുപോലെ തഹസിൽദാർക്കും അതേപോലെ തന്നെ ഏറ്റവും നല്ല തഹസിൽദാർ എന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടുവാനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞു. ഫോട്ടോ എടുക്കാം. അടുത്ത് ഇത് 6. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്.